നമ്മുടെ പൊതുഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തിയ വ്യക്തിയാണ് നമ്മുടെ കൂടെയുള്ള ശ്രീ ഡിജോ കാപ്പൻ. തീർച്ചയായും ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചിലത് പറയാനുണ്ടാവും. അല്ല, രാജഭരണകാലത്ത് പൊതുഗതാഗതം ഔദാര്യവും ജനാധിപത്യത്തിൽ അത് അവകാശവുമായിരുന്നു. ഈ അവകാശം ആരുടെയാണെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അവകാശം കേരളത്തിലെ യാത്രക്കാരുടേതല്ല, കേരളത്തിലെ ജീവനക്കാരുടേതും ബസ് ഉടമകളുടേതുമാണ് എന്ന് നമ്മൾ മനസ്സിലാകുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു 25 വർഷമായി ബസ് ചാർജ് വർദ്ധിക്കുമ്പോഴും ഡീസൽ ചാർജ് വർദ്ധിക്കുമ്പോഴും ബസ് ചാർജ് വർദ്ധിക്കുമ്പോഴും കേരളത്തിലെ മന്ത്രിമാർ ഇടതു വലത് വ്യത്യാസമില്ലാതെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, KSRTCയെ രക്ഷിക്കാൻ ചാർജ് കൂട്ടുകയല്ലാതെ ഒരു നിർവാഹമില്ല. എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട മാത്യു ടി തോമസും അതുപോലെ തന്നെ ദിവാകരനും, ഒരാൾ ഇപ്പോൾ ജനപ്രതിനിധിയാണ്, ദിവാകരൻ നേരത്തെ കഴിഞ്ഞ അസംബ്ലിയിൽ ജനപ്രതിനിധിയായിരുന്നു. പക്ഷേ ഇവരൊക്കെ എന്നും സംസാരിക്കുന്നത് കേരളത്തിലെ ഏതാണ്ട് 40,000-ഓളം വരുന്ന ഇപ്പോൾ സർവീസിലുള്ള ജീവനക്കാരും ഏതാണ്ട് 38,000 വരുന്ന പെൻഷൻ പറ്റിയ ആളുകൾക്കും വേണ്ടിയാണ്. അവർക്ക് നമ്മളെപ്പോലെയുള്ള ആളുകൾ എന്നും അല്ലാതെ വോട്ട് ചെയ്യും, അസംഘടിതരാണല്ലോ. ഇപ്പോൾ ഇവരിവിടെ സംസാരിച്ചതനുസരിച്ച് ഡീസൽ സബ്സിഡി എടുത്തു കളഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ KSRTC ഇതാ വലിയ പ്രതിസന്ധിയിൽ. എന്താ സംഭവം? ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു ചൊല്ലുണ്ട്, മൂങ്ങാനിരുന്ന നായരുടെ തലയിൽ തേങ്ങ വീണു. KSRTC കരയാൻ റെഡിയായിട്ടിരിക്കുമായിരുന്നു. ഡീസൽ സബ്സിഡിയുടെ പേരിൽ KSRTCക്ക് ഉണ്ടായിരിക്കുന്ന അധിക ബാധ്യത ബഹുമാനപ്പെട്ട ശ്രീ തോമസ് സാറ് പറഞ്ഞതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തലതിരിഞ്ഞ നയം, അതുകൊണ്ടുണ്ടായ നഷ്ടം എത്രയാണ്? 20 കോടി. പക്ഷെ ഒരു 80 കോടിയും കൂടെ ഇവിടെ നഷ്ടമുണ്ട്. അതേക്കുറിച്ച് വളരെ ബോധപൂർവം കേരളത്തിലെ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ മിണ്ടുന്നില്ല. പ്രതിമാസം 100 കോടി രൂപ നഷ്ടത്തിൽ KSRTC പോകുന്നതിൽ ഡീസൽ സബ്സിഡിയുടെ 20 കോടിയെക്കുറിച്ച് മാത്രമാണ് പൊതുസമൂഹത്തോട് ചർച്ച ചെയ്യാൻ പറയപ്പെടുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഡീസൽ സബ്സിഡി എടുത്തു കളഞ്ഞത് നന്നായി. ഞങ്ങളെപ്പോലെയുള്ള യാത്രക്കാർക്ക് നാളെ ഈ വാഹനമുണ്ടെങ്കിലേ യാത്ര ചെയ്യാൻ പറഞ്ഞു, കുറഞ്ഞ ചെലവിൽ. അതുകൊണ്ട് ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ കഴിയൂ എന്ന് യൂണിയൻ നേതാക്കൾ മനസ്സിലാക്കണം. ഞാനൊരു കാര്യം പറയാം, KSRTCക്ക് 1 കിലോമീറ്റർ വാഹനം ഓടിക്കാൻ 40 രൂപ 97 പൈസ ചിലവാകുന്നുണ്ട്. അതിനകത്ത് ഇവർ 2 കോസ്റ്റായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഓടിച്ചാലും ഓടിച്ചില്ലെങ്കിലും, അതായത് ബസ്സിൻ്റെ മുതൽ മുടക്ക്, നികുതി, പലിശ, ഇതിന് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വാഹനം ഓടിയാൽ അതിൻ്റെ ഡീസൽ ചെലവ്, തേയ്മാനം, ഓയിൽ. അപ്പോൾ KSRTCയുടെ ഫിക്സഡ് കോസ്റ്റ് 1 കിലോമീറ്റർ ഓടാൻ 24 രൂപ 10 പൈസയും വേരിയബിൾ കോസ്റ്റ് 16 രൂപ 87 പൈസ കൂടുതലാണ് 40 രൂപ 98 പൈസ. കേരളത്തിൽ 6000 ബസ്സുകൾ ഓടുമ്പോൾ ഏതാണ്ട് 18,000 പ്രൈവറ്റ് ബസ്സുകൾ ഓടുക. അവരുടെ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടെ കൂടുമ്പോൾ 30 രൂപ 70 പൈസയേ ഉള്ളൂ. എവിടെയാണ് ഈ 10 രൂപയുടെ വ്യത്യാസം? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രൈവറ്റ് ബസ്സിന് 1 കിലോമീറ്റർ വാഹനം ഓടിക്കാൻ കിലോമീറ്ററിന് ശമ്പള ചെലവ് 7 രൂപ 86 പൈസ. അതേസമയം KSRTCയിലെ ആ ശമ്പള ചെലവ് 18 രൂപ. ഇത് കേരളത്തിലെ മാത്രം കാര്യമല്ല. ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് ആന്ധ്ര മുതൽ പറഞ്ഞു, ആന്ധ്രയിൽ 24,000 KSRTCകളും തമിഴ്നാട്ടിൽ 19,000 KSRTCയും കർണാടകത്തിൽ 16,000-ഉം ഇവിടെ 6,000-ൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. ഇവിടെ ഓരോരുത്തടുത്തും നമുക്ക് നോക്കാം, ഇവിടെ ഓരോ സംസ്ഥാനത്തും വാഹനം ഓടിക്കുന്നത് ഡ്രൈവർമാരും ടിക്കറ്റ് കൊടുക്കുന്ന കണ്ടക്ടർമാരുമാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം. ഞാൻ ഒരിക്കലും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കരുതെന്ന് പറയുന്ന ആളല്ല. ജീവനക്കാർക്ക് നല്ല ശമ്പളം കൊടുക്കുകയും നല്ല ശമ്പളം കിട്ടിയാൽ അവർ നമ്മളോട് നന്നായിട്ട് പെരുമാറുകയും ചെയ്യും. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ അധ്വാനഭാരം ഇവിടെ കുറവും ഇവിടെ ശമ്പളം കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചർച്ച മാധ്യമം വീണ്ടും നടത്തേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ പറയാം, തമിഴ്നാട്ടിൽ 1 കിലോമീറ്റർ അവിടുത്തെ KSRTC ഓടുമ്പം ശമ്പള ചെലവിന് 9 രൂപയും, കർണാടകത്തിൽ അത് 6 രൂപ 50 പൈസയും, ആന്ധ്രയിൽ അത് 7 രൂപ 50 പൈസയും ആകുമ്പോൾ കേരളത്തിൽ അത് 18 രൂപയാണ്. ആ 10 രൂപയുടെ കാര്യം കേരളത്തിലെ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ മറന്നുപോകുന്നു എന്നുള്ളതാണ് കാലാകാലങ്ങളിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരുമാനം ഇനി എവിടെയാണ് കൂടുന്നത്? കേരളത്തിൽ നമ്മൾ രാവിലെ 9 രൂപ എടുത്ത് കണ്ടക്ടറുടെ കയ്യിലോട്ട് കൊടുത്താൽ നമുക്ക് പരമാവധി യാത്രയാവുന്ന 10 കിലോമീറ്ററാണ്. ഈ 9 രൂപ കൊണ്ട് തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ 26 കിലോമീറ്ററും കർണാടകത്തിൽ ചെന്നാൽ 24 കിലോമീറ്റർ യാത്ര ചെയ്യാം. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ ഇരട്ടി കൂടുതൽ റവന്യൂ വരുമാനം യാത്രാ ഇനത്തിൽ യാത്രക്കാരൻ കൊടുത്തിട്ട് വീണ്ടും ഇനിയും യാത്രക്കാരൻ്റെ തലയിലോട്ട് ഇത് വരിക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ എന്താ ആവശ്യപ്പെടുന്നത്? ഓരോ KSRTC ബസ്സിനും ഏതാണ്ട് 2 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കണമെന്ന്. 6,000
ബസ് ഇന്ന് നഷ്ടത്തിലോടുമ്പം ഏതാണ്ട് 120 കോടി രൂപയുടെ അടുത്തോട്ട് വരിക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രൈവറ്റ് സ്വകാര്യ ബസ് ഉടമകൾ ഞങ്ങളുടെ സംഘടനയെ കണ്ണെടുത്ത് കാണത്തില്ല. എന്നിരുന്നാലും ഒരു കാര്യം പറയാം, അവർ 1,35,000 രൂപ പൊതുഖജനാവിലോട്ട് നികുതി അടയ്ക്കുമ്പം KSRTC ഇവിടെ ഓടുന്നത് കൊണ്ട് 2 ലക്ഷം രൂപ ഇവിടുത്തെ നികുതി പണം പോകാൻ പോവുക. ബഡ്ജറ്റ് പ്രൊവിഷൻ കൊടുത്താൽ അല്ലെങ്കിൽ നികുതി ഇളവ് കൊടുത്താൽ ഇതാരുടെ പണമാണ്? കേരളത്തിലെ നികുതിദായകൻ STD ബൂത്തിൽ 1,500 രൂപയ്ക്ക് ജോലിക്ക് പോകുന്ന പെൺകുട്ടി കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ വിഹിതം KSRTCയിലെ ജോലിക്കാർക്ക് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പമ്പ് ചെയ്യണം. അതായത് പൊതുജനങ്ങളെ സേവിക്കാൻ വേണ്ടി പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് നടത്തപ്പെടുന്ന സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ KSRTC. പൊതുജനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒരു വിഷയം ചാർജിൻ്റെ കാര്യമാണ്. ചാർജ് വർധന ഓരോ ഡീസൽ വർധനയെ തുടർന്നും അല്ലെങ്കിൽ ഓരോ 2 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ വർഷത്തിൽ എന്ന തോതിൽ ചാർജുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തീർത്തും അശാസ്ത്രീയമായ രീതിയിലാണ് നമ്മുടെ KSRTCയിൽ അതിനെ തുടർന്ന് സ്വകാര്യ മേഖലയിലും ചാർജുകൾ വർദ്ധിപ്പിക്കുന്നത് എന്നത് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷേപമാണ്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു അശാസ്ത്രീയത നമ്മുടെ ചാർജുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അശാസ്ത്രീയതയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതികൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് പരിഹരിക്കാൻ കഴിയാത്തത്? KSRTCയുടെ ചരിത്രത്തിൽ ഒരിക്കൽ ബസ് ചാർജുകൾ കുറച്ച ഒരു മന്ത്രിയാണ് ഞാൻ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരിക്കലേ സംഭവിച്ചിട്ടുള്ളൂ. ഡീസലിന് വില കുറഞ്ഞപ്പോൾ ബസ് ചാർജിൻ്റെ നിരക്ക് കുറയ്ക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ ബസ് ചാർജ് നിർണ്ണയിക്കുന്നതിൽ നേരത്തെ നമ്മുടെ നാറ്റ്പാക്ക് ഒരു പഠനം നടത്തി റിപ്പോർട്ട് നൽകുമായിരുന്നു. അതിനൊരു സൂചികയുണ്ട്, പിസ്കോ എന്നാണ് ആ സൂചികയ്ക്ക് കൊടുത്തിരുന്ന പേര്, പ്രൈസ് ഇൻഡെക്സ് ഫോർ സ്റ്റേജ് കാരേജ് ഓപ്പറേഷൻ. വാഹനങ്ങളുടെ വില, ഇൻഷുറൻസ് പ്രീമിയം, ഇന്ധന വില, സ്പെയർ പാർട്സിൻ്റെ വില, വേതനം, ടയറിൻ്റെ വില, ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ചാർജ് നിർണ്ണയിക്കുന്നതിന് ഒരു മാനദണ്ഡം പിസ്കോ. അതിപ്പോൾ സ്വകാര്യ ബസ്സുകൾക്കും KSRTCക്ക് ഒരേ നിരക്കുകൾ തന്നെയാണ്. നമ്മുടെ സ്റ്റേജ് കാരേജ് ഓപ്പറേഷന് മൊത്തത്തിലൊരു നിരക്കാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഒരു സ്ഥിരം സംവിധാനം, റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷനായി ഒരു സ്ഥിരം സംവിധാനം ഈ പഠനങ്ങൾ നടത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നടത്തിയാണ് സാധാരണ നിരക്ക് നിശ്ചയിച്ചുകൊണ്ട് കൊടുക്കാറുള്ളത്. ഇവിടെയുള്ള പ്രശ്നം ഇതൊന്നുമല്ല. ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ ലാഭത്തിലോടുന്നു, KSRTC നഷ്ടത്തിലാണ്. ബഹുമാനപ്പെട്ട ഡിജോ കാപ്പൻ പ്രധാനമായും ജീവനക്കാരുടെ തലയിലേക്കാണ് ഇതിൻ്റെ മുഴുവൻ പാപഭാരവും ചെലുത്താൻ ശ്രമിച്ചത്. കേരളത്തിൽ കുറേ നാളുകളായി പ്രചരിപ്പിച്ചു പോരുന്ന ഒരു ചിന്താഗതിയാണ്, ഈ തൊഴിലാളി ഉള്ളിടത്തോളം കാലം KSRTC നന്നാവില്ല എന്ന് പ്രചരിപ്പിക്കുന്നതിൽ മുൻ ഭരണാധികാരികൾ പോലും മത്സരിച്ചിട്ടുണ്ട്. ഞാനൊന്ന് പറയാം, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും വിഷമമേറിയ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നത് KSRTC തൊഴിലാളികളാണ്. വേറെ ഏത് പൊതുമേഖലാ സ്ഥാപനം എടുത്തു ഇത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന ആരാ? നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലെ ഒരു ഡ്രൈവർ രാവിലെ ഒരു ചീഫ് സെക്രട്ടറിയെ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്ന് ആക്കിയതിന് ശേഷം വൈകിട്ട് വീട്ടിൽ കൊണ്ടാക്കുന്നതിന് വാങ്ങുന്ന ശമ്പളത്തിൻ്റെ എത്രയോ ചെറിയൊരു അംശമാണ് രാവിലെ മുതൽ ഈ കൊടും വെയിലത്ത് വാഹനം ഓടിക്കുന്ന ഒരു KSRTC ഡ്രൈവർ വാങ്ങുന്നത്. അപ്പോൾ ഈ കുഴപ്പങ്ങൾ മുഴുവൻ തൊഴിലാളി ഉണ്ടാക്കുന്നതാണ് എന്ന് വരുത്തി വെച്ചിട്ട് ഏത് തരത്തിലുമുള്ള അഴിമതി നടത്തുന്ന ഒരു രംഗമാക്കി KSRTCയെ കഴിഞ്ഞ നാളുകളിൽ മാറ്റിയെടുത്തിരുന്നു. ഞാൻ ശ്രമിച്ചത് തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടേത് കൂടിയാണ് ഈ സ്ഥാപനം എന്ന ഒരു ദർശനം അവർക്കുണ്ട്. അത് നമ്മൾ കൂടി അംഗീകരിച്ച്, ഗവൺമെൻറ് കൂടി അംഗീകരിച്ച്, മാനേജ്മെൻറ്റ് കൂടി അംഗീകരിച്ച് കൂട്ടായി മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും തൊഴിലാളികളും ഒരേ ദിശയിൽ ചിന്തിക്കുന്ന ഒരു രംഗം അവിടെ ഉണ്ടാകണമെന്നാണ്. പല പ്രശ്നങ്ങളുണ്ട് KSRTCക്ക്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ജീവനക്കാരുടെ അനുവാദത്തെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. അവിടെയാണ് ഞാൻ ഗതാഗത മേഖലയിൽ KSRTC ബസ്സുകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും കുറേ ഡിപ്പോകളുണ്ട്, ചീഫ് ഓഫീസുണ്ട്, നമുക്ക് വർക്ക്ഷോപ്പുകളുണ്ട്, നമുക്ക് ഗാരേജുകളുണ്ട്. ഇവിടെയുള്ള സംവിധാനങ്ങളെ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതായിരിക്കണം നമ്മുടെ തന്ത്രം. അപ്പോൾ ഈ അനുവാദമൊക്കെ ഇങ്ങനെ താഴേക്ക് വരും. ഇവിടെ നമ്മളൊരു 13% ബസ്സും കൊണ്ടിരിക്കുക, ഒരു ദിവസം 11 ലക്ഷം കിലോമീറ്റർ ഓടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പുറത്തു പോകുമ്പോഴത്തേക്ക് ആ 11 ലക്ഷം കിലോമീറ്റർ ഒരു ദിവസം 17 ലക്ഷമായി വർദ്ധിപ്പിച്ചു. 13% എന്നുള്ള 27% വർദ്ധിപ്പിച്ചു. ഇത് അവസാനമല്ല, ഇത് വർദ്ധിപ്പിക്കണം, 50% ആക്കണം, അല്ലെങ്കിൽ 50-ന് മുകളിലേക്ക് വരണം. തമിഴ്നാട്ടിൽ 90 ഇല്ല എന്ന് ശ്രീക് സാർ പറഞ്ഞെങ്കിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ 80%-ലധികവും അവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബസ്സുകളാണ്. കൃത്യമായ കണക്കുകൾ. ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് ദക്ഷിണേന്ത്യയിലെ മന്ത്രിമാരുടെ സമ്മേളനം വിളിച്ച് കൂട്ടിയത് വെച്ച് തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ട് മന്ത്രി എനിക്ക് തന്ന കണക്കാണ് ഞാൻ പറയുന്നത്. തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ശ്രീ നെഹ്റു
ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തെ ഗതാഗത മന്ത്രിമാരുടെ യോഗം ഞാൻ വിളിച്ചുകൂട്ടി തിരുവനന്തപുരത്ത് നടത്തിയതിൽ വെച്ച് നൽകിയ കണക്ക് വെച്ചിട്ട് 80% KSRTC, സാർ അവിടെ ട്രാൻസ്പോർട്ട് ചുമതല ഉണ്ടായിരുന്ന സെക്രട്ടറിയാണ് അതിന് മുമ്പ്, പക്ഷേ അവസാനത്തെ കണക്ക് ഞാൻ പറഞ്ഞതാണ്. മറ്റ് ആന്ധ്രയിൽ, കർണാടകത്തിൽ, ഇവിടെയൊക്കെ വളരെയധികം ശതമാനം ബസ്സുകൾ, ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകളുമായി നമ്മളെ താരതമ്യപ്പെടുത്തരുത്. ഇപ്പം ലാഭകരമായ റൂട്ടിൽ മാത്രമേ സർവീസ് നടത്താവൂ എന്ന് KSRTC നിർബന്ധം പിടിക്കാൻ കഴിയില്ല. നഷ്ടമുള്ള റൂട്ടിൽ പ്രൈവറ്റ് ബസ്സുകൾ ഓടിക്കില്ലല്ലോ. ഒരു ദിവസം വാഹനം ഓടിച്ച് അല്ലെങ്കിൽ ഒരാഴ്ച ഓടിച്ച് അങ്ങേറ്റവും 2 ആഴ്ച ഓടിച്ച് മതിയായ വരുമാനമില്ലേ പ്രൈവറ്റ് ബസ്സുകാരൻ പൂട്ടിക്കെട്ടിപ്പോവും. KSRTC അങ്ങനെ പൂട്ടിക്കെട്ടാൻ പോവില്ല. അവിടുത്തെയുള്ള ജനങ്ങളോട് ഈ ഒരു പൊതുമേഖലാ സ്ഥാപന നിലയിൽ ഒരു ബാധ്യത KSRTC കൊണ്ട് ചിലപ്പം നഷ്ടമുള്ള സർവീസുകൾ ഓടിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നഷ്ടമുള്ള സർവീസുകൾ മാത്രമേ ഓടിക്കാവൂ എന്ന വാശി പാടില്ല. ലാഭകരമായ സർവീസുകൾ മേഖല മുഴുവൻ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തിട്ട് നഷ്ടമുള്ള സർവീസുകളിൽ മാത്രം പരിമിതപ്പെടാൻ പാടില്ല. ലാഭകരമുള്ള സർവീസ് ഉള്ള സ്ഥലത്ത് ലാഭകരമായ മേഖലയിൽ സ്വകാര്യ മേഖലയുമായി മത്സരിക്കാൻ KSRTC തയ്യാറാകണം. അവിടെയാണ് നമ്മൾ ചെയിൻ സർവീസുകൾ ആരംഭിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ സ്വകാര്യ മേഖലയും പൊതുമേഖലയും തമ്മിൽ ഒരു മത്സരം ഉണ്ടാകുന്നിടത്ത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടം പൊതുമേഖലയാണ് സഹായിക്കേണ്ടത്. പക്ഷേ ഇവിടെ 13 രൂപ കുറഞ്ഞ നിരക്കിൽ ഡീസൽ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുക, പൊതുമേഖലയ്ക്ക് ഡീസൽ വാങ്ങണമെങ്കിൽ 13 രൂപ അധികം കൊടുക്കണം. ഈ ബഹുമാനപ്പെട്ട ശ്രീക് സാറും ഡിജോയും പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെൻറ് ഈ ഭ്രാന്ത നയം അതവർ തിരുത്തുന്നില്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ നമ്മുടെ മുമ്പിൽ ഒരു പരിഹാരമില്ല. ഇപ്പോൾ ഒരു മാസം 18 കോടി രൂപ അധികമാകുമെന്ന് പറഞ്ഞ് 2 മാസത്തെ പൈസ കൊടുക്കാമെന്നാണ് പറയുന്നത്. 2 മാസത്തെ പൈസ കൊടുത്താൽ എവിടുന്ന ഈ പൈസ പോകുന്നത്? നമ്മുടെ പൊതു ഖജനാവിൽ ജനങ്ങൾക്ക് അവകാശപ്പെട്ട പണം എടുത്ത് എണ്ണ കമ്പനിക്ക് കൊടുക്കുക. KSRTCക്ക് പണം കിട്ടുന്നില്ല. KSRTCക്ക് കുറഞ്ഞ നിരക്കിൽ ഡീസൽ വാങ്ങാൻ സൗകര്യങ്ങൾ നിൽക്കുമ്പോൾ ഡീസൽ കൊടുക്കാമെന്ന് സ്വകാര്യ പമ്പുകൾ പറയുമ്പോൾ അത് വാങ്ങാതെ കൂടിയ വിലയ്ക്ക് വാങ്ങിയിട്ട് പൊതു ഖജനാവിൽ നിന്ന് പണം എടുത്ത് എണ്ണ കമ്പനിക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താ? ഇവിടെ ഒരു ഇച്ഛാശക്തിയോട് പ്രവർത്തിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. ഞാൻ അവിടെയാണ് പറഞ്ഞത്, ഈ പ്രശ്നമെന്ന് പറയുന്നത് എന്നും ഇതിൻ്റെ കൂടപ്പിറപ്പാണ്. ഈ ബസ് ഇറക്കിയാൽ 5 വർഷത്തിൽ കൂടുതൽ ഓടില്ല. ഈ ബസ്സെല്ലാം കട്ടപ്പുറത്ത് കയറ്റും. ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ 20 വർഷം സർവീസ് നടത്തിയാൽ പോലും ആ ബസ് ഈ സുന്ദരമായി ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഈ KSRTCയുടെ നഷ്ടം ഇത് മാത്രമല്ല, മറ്റൊരുപാട് കാര്യങ്ങൾ KSRTCയുമായിട്ട് ബന്ധപ്പെട്ട നഷ്ടകാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്വകാര്യ ബസ്സുകളുടെ സൂപ്പർ സർവീസുകൾ. KSRTCയുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ഥാപനത്തെ വർമ്മ ആൻഡ് വർമ്മ എന്ന സ്ഥാപനത്തിൻ്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നു, നിങ്ങളെ KSRTCയുടെ കപ്പാസിറ്റിയുടെ 40% ആളുകൾ പോലും അതിൽ യാത്രക്കാരെ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അതിനുള്ള കാരണം അന്വേഷിച്ചാൽ സാറ് ശേഷം ജോസ് തെറ്റയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായതിനു ശേഷമാണ് 1500ഓളം സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചറിന് മുകളിലുള്ള സർവീസുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ KSRTCയുടെ മുന്നിലും പിന്നിലും ഇട്ടിട്ടാണ് ഈ സൂപ്പർ സർവീസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട് നിന്ന് പാലക്കാട്, കണ്ണൂർ, വയനാട്, തൃശ്ശൂർ, എറണാകുളം ഇവിടേക്കൊക്കെ KSRTC ബസ്സിൻ്റെ തൊട്ട് മുമ്പിലും പിന്നിലുമായി സ്വകാര്യ ബസ്സുകൾ യാത്ര തുടരുകയാണ് സൂപ്പർ സർവീസുകളായിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവരെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ യൂണിയനോ ആരും തയ്യാറാകുന്നില്ല? ഈ കഴിഞ്ഞ 2011 ആഗസ്റ്റിൽ ഒരു ഉത്തരവ്, കരട് ഉത്തരവ് ഇറക്കി, 5056 എന്ന ഒരു കരട് ഉത്തരവ് ഇറക്കി. അതിൽ എന്താണെന്ന് വെച്ചാൽ സ്വകാര്യ ബസ്സുകൾ സൂപ്പർ ഫാസ്റ്റ് ഓർഡിനറിക്ക് മുകളിലുള്ള എല്ലാ സർവീസുകളും KSRTC ടേക്ക് ഓവർ ചെയ്യുമെന്നുള്ള ഒരു കരട് ഉത്തരവായിരുന്നു ഇറങ്ങിയത്. ജനങ്ങൾ നല്ല പ്രതീക്ഷയോടുകൂടിയായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഒരു യൂണിയൻ പോലും, ഞാൻ പറയുന്നതാ, യൂണിയൻ പോലും അതിനു വേണ്ടി ഒരൊറ്റ ബസ് പോലും ടേക്ക് ഓവർ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ഈ 40% ആളുകളെ കിട്ടുവാൻ മാത്രം കിട്ടുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത്തരം സ്വകാര്യ ബസ്സുകളുടെ സൂപ്പർ സർവീസുകളാണ്. അതിന് എനിക്ക് ചോദിക്കാനുള്ളത് ദിവാരൻ സാറോടാണ്, യൂണിയനുകൾ എന്തുകൊണ്ട് ആ ഒരു സംഗതി ചെയ്യുവാൻ, ഈ നിയമം കരട് ഉത്തരവ് പ്രാബല്യത്തിലാക്കുവാൻ എന്തുകൊണ്ട് യൂണിയനുകൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. അത് നടപ്പിലാക്കണമെങ്കിൽ അതിൻ്റെ ഹിയറിംഗ് കഴിയണം, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട്
ഈ കോട്ടയം കുമളി റൂട്ട് ദേശവൽക്കരിക്കാൻ, അവിടെ KSRTCയിലെ ബസ്സുകൾ ഓടാൻ ദേശവൽക്കരിക്കാൻ ആരാണ് നടപടിയെടുത്തത്? KSRTCയിലെ യൂണിയനാണ്, KSRT എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന കൊടുത്ത കേസ്. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ആ കോട്ടയം കുമളി റൂട്ട്, അതുപോലെ തന്നെ 32 റൂട്ടുകൾ ദേശവൽക്കൃത അസോസിയേഷൻ, KSRT എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 32 റൂട്ടുകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ ഉത്തരവ് വന്ന്. 3 ഇൻ്റർസ്റ്റേറ്റ് റൂട്ടുകളിൽ ഈ സ്വകാര്യ ബസ്സുകൾ ഓടുന്നതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയാണ്. ഇവിടെ സിറിയക് സാറും അതുപോലെ തന്നെ ശ്രീ ഡിജോ കാപ്പനും എല്ലാം എന്തോ ഒരു ഭയങ്കരമായ കുറ്റവാളികൾ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നു. ഇവിടുത്തെ മറ്റ് പല കാര്യങ്ങളിലും അതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണയില്ലാതെ പറയാനാണ്. ഞാൻ ഡിജോ കാപ്പന് ധാരണയില്ലാതെ പറയില്ല, അദ്ദേഹം ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്ന ആളാണ്. അദ്ദേഹം അത് മനഃപൂർവ്വം പറഞ്ഞാണ്. അതേസമയത്ത് ശ്രീ സിറിയക് സാർ അതിനെക്കുറിച്ചുള്ള ധാരണ വേണ്ടത്ര ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഥാർത്ഥ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ ട്രേഡ് യൂണിയനുകൾക്ക് എന്താ നിർദ്ദേശങ്ങൾ വയ്ക്കാനുള്ള അധികാരമില്ലേ? എന്താ ആ അധികാരത്തിന് അതിന് എന്താ ഒരു പെശക്? വ്യവസായത്തെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിൽ ട്രേഡ് യൂണിയനുകൾക്കുള്ള ഒരു സാധാരണ ഒരു ലേമേനുള്ള അവകാശമെങ്കിലും ട്രേഡ് യൂണിയനില്ലേ? അതായത് ബസ് ഒന്നിന് വെച്ച് തൊഴിലാളികളുടെ എണ്ണം കേരളത്തിൽ വളരെ കൂടുതലാണ് എന്നതാണ് പ്രതികരണം. അതും തെറ്റാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എത്ര സ്ഥിരം ജീവനക്കാർ എന്ന് പറഞ്ഞാൽ 29,000 താഴെയാണ്. അസ്ഥിരം ജീവനക്കാർ 11,000-ഓളം ജീവനക്കാരാണ്. അസ്ഥിരം ജീവനക്കാർക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ മാത്രമേ കാശുള്ളൂ. അവരെങ്ങനെ ഈ 40,000-നെ ഒറ്റ കണക്കാക്കിയിട്ട് പറയുന്നത്? ഇപ്പോൾ സിറിയക് സാറാണെങ്കിൽ ബസ്സുകളുടെ എണ്ണവും കുറവാണ്. അതിനെന്താ പരിഹാരം? അവിടെയാണ് ശ്രീ മാത്യു ടി തോമസ് പറഞ്ഞ കാര്യം. ഇപ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ആ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10, 50, 60% സർവീസുകൾ ഓടിക്കാനുള്ള ആകെയുള്ള ദേശവൽക്കരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നില്ല. എന്താ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം? 1500-ഓളം ബസ്സുകൾ കൃത്യമായി ഓടാതെ കിടക്കുകയാണ്. ആ ബസ്സുകൾ നമുക്ക് ഓടിക്കാൻ കഴിഞ്ഞാൽ ഈ ആൾക്കാരെ എക്സസ് വരുമോ? അല്ല, ഇതിലേ ഇപ്പോഴും യഥാർത്ഥത്തിൽ KSRTCയെ സംബന്ധിച്ചുള്ള ഒരു പൊതുചിത്രം വെക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം ഇപ്പോൾ ഡീസൽ പ്രതിസന്ധി മാത്രമാണ് പ്രശ്നമായി വന്നത് എന്നുള്ളതിന് ജിജോ കാപ്പൻ വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. യഥാർത്ഥത്തിൽ 1989 മുൻപ് തന്നെ KSRTC വളരെ പരിമിതമായ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഏറ്റവും പ്രയാസപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് KTDFC എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടാക്കിയത് KSRTCയെ സഹായിക്കാൻ. അന്ന് മുതൽക്ക് തന്നെ യഥാർത്ഥത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തിൽ KSRTC നിൽക്കുന്നു. KSRTCയുടെ സ്വത്തും KSRTC കൊടുത്തു തീർക്കാനുള്ള സംഖ്യയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതെന്താ ജനങ്ങളുടെ മുമ്പ് പറയാത്തത്? KSRTC നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനമാണ് അത് ഓടുന്ന റൂട്ടുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം. അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ എന്തുകൊണ്ട് യൂണിയൻ ഏറ്റെടുക്കുന്നില്ല? അത് പരാതിയായി വരുന്നില്ല, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല. സർക്കാർ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിക്കണ്ടേ? അല്ല, നേരത്തെ ഒന്നാമത്തെ ചോദ്യം ശ്രീ സദറുദ്ദീൻ അവിടെ നിന്ന് ഉന്നയിച്ച ഒന്നാമത്തെ ചോദ്യം, യഥാർത്ഥത്തിൽ KSRTC ബസ്സിൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് പ്രൈവറ്റ് ബസ്സുകൾ നിരന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ KSRTC സർവീസുകൾ ആളില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ യൂണിയൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് ഒരു പ്രഷർ വരികയും ഇത് ഏറ്റെടുത്ത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയും അങ്ങനെ KSRTCയിൽ ആൾ കയറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യണമായിരുന്നു. ആ പറഞ്ഞതിൽ പൂർണ്ണമായി ശരിയല്ല. ഇപ്പോൾ പാലക്കാട് പോകുന്ന ഓടുന്ന സർവീസുകൾ ഒട്ടും ശരിയല്ല. എന്താ കാരണം വെച്ചാൽ പാലക്കാട്, കോഴിക്കോട് ഞങ്ങൾ മുൻകൈ എടുത്തിട്ടാണ് ആ സർവീസുകൾ അവിടെ ആരംഭിച്ചത്. ടൗൺ ടു ടൗൺ പാലക്കാട്, കോഴിക്കോട് ഞങ്ങൾ മുൻകൈ എടുത്തിട്ടാണ് ആ സർവീസുകൾ ആരംഭിച്ചത്. അല്ല, അത് വേറുണ്ട്, മംഗലാപുരം സർവീസിൻ്റെ വേറുണ്ട്. ഈ സർവീസുകൾ ഇന്ന് അവിടെ പാലക്കാട് പോലത്തെ ഏറ്റവും ലാഭകരമായ സർവീസുകളാണ്. പാലക്കാട് പോലും, കോഴിക്കോട് പോലും, മലപ്പുറം പോലും, പെരിന്തൽമണ്ണ പോലും ഏറ്റവും ആദായകരമായി ഇൻട്രസ്റ്റേറ്റ് സർവീസുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർവീസുകൾ വരുമാനം കിട്ടുന്നതാണ്. അപ്പോൾ ആളില്ലാത്ത എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ പെർമിറ്റുകൾ കൊടുത്തിട്ടതിന് മുമ്പേ ആ റൂട്ടിൽ പെർമിറ്റുകൾ കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം പെർമിറ്റുകൾ കൊടുക്കുന്നില്ല അവിടെ. ഇപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? തമിഴ്നാട്ടിൽ നിന്നുള്ള ബസ് കച്ചവടക്കാർ തന്നെ അവിടെയുള്ള പല ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകൾ നഷ്ടത്തിലായതുകൊണ്ട് ആ ബസ്സുകൾ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ വാങ്ങിച്ചു വരികയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ വാദം ശരിയല്ല എന്ന് പറയാൻ കാരണം. ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ മംഗലാപുരം കാസർഗോഡ് റൂട്ട് അത് സ്വകാര്യ ബസ്സാണ് ഓടുന്നത്. അവിടെ കേസ് കൊടുത്തിപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കുന്ന വിധിയുണ്ടായി. ആ വിധി നടപ്പിലാക്കാനല്ല, വിധി തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അവിടെ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സ്വകാര്യ ബസ് മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീ ഖാലിദ് മുണ്ടമ്പള്ളിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലത് പറയാനുണ്ടാവും. നമ്മുടെ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ KSRTCയെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനുള്ള തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ.
പക്ഷേ ഇവിടെ സംസാരിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ KSRTCയുടെ ലാഭനഷ്ട കണക്കും സ്വകാര്യ മേഖല നമ്മുടെ ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവീസിനെ സംബന്ധിച്ചും നമ്മളൊന്ന് പരിശോധിക്കണം. കാരണം ഇപ്പോൾ KSRTC ഇവിടെ തൊഴിലാളി നേതാവ് ഇരിപ്പുണ്ട് ദിവാകരൻ സാർ. ഏകദേശം 40,000-ഓളം തൊഴിലാളികൾ KSRTCയിൽ ഉണ്ടെന്നാണ് കണക്ക്. ഈ 40,000-ഓളം തൊഴിലാളികൾ KSRTCയിൽ ഉണ്ടെങ്കിൽ ഒരു ബസ്സിന് 2 ഡ്രൈവറും 2 കണ്ടക്ടറും വെച്ച് കൂട്ടിയാൽ എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഒരു 5,000 ബസ് നമ്മുടെ KSRTC ഉണ്ടെങ്കിൽ ഒരു 20,000-ഓളം തൊഴിലാളികൾ ഈ KSRTCയിൽ ശരിയായ രീതിയിൽ നേരത്തെ പറഞ്ഞ മാതിരി ജോലി ചെയ്യുന്ന വിഭാഗമുണ്ട്. പിന്നെ വർക്ക്ഷോപ്പ് സംബന്ധമായിട്ടുള്ള തൊഴിലാളികൾ അത് കഴിച്ചാൽ ഒരു 20,000-25,000 തൊഴിലാളികൾ കഴിച്ചാൽ അല്ലെങ്കിൽ 30,000 കൂട്ടിക്കോ, ബാക്കി തൊഴിലാളികൾ എവിടെയാണ്? ഈ KSRTCയുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ അത് വകുപ്പ് ഭരിച്ചിരുന്ന മന്ത്രിമാർ, ഞാൻ മാത്തുട്ടി തോമസ് സാറിനെ കുറ്റം പറയാലോ കേട്ടോ, മന്ത്രിമാർ ഉൾപ്പെടെ ഇതിന് പരിഹാരം കണ്ടെത്തിയോ? ഈ കഴിഞ്ഞ 60 വർഷമായി KSRTCയെ ലാഭകരമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്തെങ്കിലും നടത്തിയോ? ഏത് ഗവൺമെൻറ് വന്നാലും 10, 200, 250 ബസ് ഇറക്കും. ഈ ബസ് ഇറക്കിയാൽ 5 വർഷത്തിൽ കൂടുതൽ ഓടില്ല. ഈ ബസ്സെല്ലാം കട്ടപ്പുറത്ത് കയറ്റും. ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ 20 വർഷം സർവീസ് നടത്തിയാൽ പോലും ആ ബസ് ഈ സുന്ദരമായി ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. കേരളത്തിലെ സ്ഥിരം തൊഴിലാളികൾ എന്ന് പറയുന്നത് 29,000. 40,000 എന്ന് പറയുന്നത് ബസ് ഓടിക്കാൻ വേണ്ടി നമ്മുടെ ഡ്രൈവർമാരില്ലാത്തപ്പോൾ അപ്പോൾ ദിവസവേതന അടിസ്ഥാനത്തിൽ എംപാനിൽ നിന്ന് എടുത്ത് ഓടിക്കുന്ന കൂടെ ചേർത്താണ് ഈ 40,000. അവർക്ക് സ്ഥിരമായ ശമ്പളമൊന്നുമില്ല, ഓടുന്ന ഡ്യൂട്ടിക്കേ ഉള്ളൂ. എന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ നമ്മുടെ ഭരണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവനക്കാരുണ്ടാവും. അവിടെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ ദർശനം. നമ്മുടെ ഡിപ്പോകൾ, നമ്മുടെ ഗാരേജുകൾ, നമ്മുടെ ബസ്സുകൾ, നമ്മുടെ ജീവനക്കാർ, ഈ ഭരണപരമായ കാര്യങ്ങൾക്കുള്ള ജീവനക്കാർ, ഇവരെ പരമാവധി ഉപയോഗിക്കണം. ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഉള്ള ആളുകൾ കൂടുതൽ ജോലി ചെയ്യണമെങ്കിൽ ബസ്സുകൾ കൂടുതൽ വരണം. ഇവിടെ ബഹുമാനപ്പെട്ട അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്വകാര്യ മേഖലയുമായി താരതമ്യം ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം സ്വകാര്യ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതലാളിയുടെ കീഴിൽ 1-2 ബസ്സുകൾ എന്നുള്ള രീതിയിൽ പോകുന്നു. അതേസമയം ഭരണ നിർവഹണത്തിന് ആളുകളെ ആവശ്യമില്ല. അപ്പോൾ KSRTCയെക്കുറിച്ച് പറയുന്ന ഈ കണക്കുകൾ, ഈ KSRTC വകുപ്പ്, അതായത് നേരത്തെ ഇവിടെ പറഞ്ഞു മന്ത്രി ഒഴിവാക്കി നിർത്തിയിട്ടുള്ള സെക്രട്ടറി മുതലുള്ള താഴോട്ടുള്ള ആളുകളെ ഈ എണ്ണം പറയുന്നത് യഥാർത്ഥത്തിൽ അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. തീർച്ചയായും ഒരു സ്വകാര്യ മുതലാളി എന്ന് പറയുന്നത് ഈ നാട്ടിൽ വലിയ കുത്തകയൊന്നുമല്ല. 1-2 ബസ്സുകൾ ഓടിക്കുന്നത് വലിയ സമ്പന്നരായ ആളുകളൊന്നുമായിട്ട് ഞാൻ കരുതിയിട്ടില്ല. കാരണം പൊതുജനം ഞാൻ പറയാം, ഒരു പൊതുമേഖലാ സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെ കണക്കുകൾ വളരെ സുതാര്യമായിരിക്കണം. അതിൻ്റെ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് ഏത് സമയം നോക്കാൻ തക്കവണ്ണം അക്കൗണ്ടിങ് നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള സംവിധാനം ഉണ്ടാകണം. അപ്പോൾ സ്വാഭാവികമായും അതിന് ഭരണപരമായ മികവുറ്റ അല്ലെങ്കിൽ ഒരു തരത്തിലും കുഴപ്പങ്ങളില്ലാത്ത സംവിധാനങ്ങൾ ഭരണപരമായി ഉണ്ടാകണം. ഈ ഭരണപരമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ബസ് ഓടിക്കണമെന്ന് ഞാൻ പറയുന്നത്. ആ ബസ്സുകളുടെ എണ്ണം നിജപ്പെടുത്താതെ പോകുന്നത് വളരെ കഷ്ടമാണ്. നിജപ്പെടുത്തി പോകുന്നത് വളരെ കഷ്ടമാണ്. ഈ ബസ് സർവീസ് ഓപ്പറേഷൻസിൽ നമ്മൾ കൂടുതൽ ഇടപെടൽ നടത്തണം. ഇവിടെ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന പ്രശ്നം, ലാഭം കിട്ടുമെന്ന് ബോധ്യമുള്ള റൂട്ടുകളിലേക്ക് KSRTC പോവില്ല, നഷ്ടമുള്ളിടത്ത് മാത്രം ഓടിക്കുക. അവിടെയാണ് ഞങ്ങൾ ചില ശ്രമങ്ങൾ നടത്തിയത്. ഇവിടെ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് പറയണമെന്ന് പറഞ്ഞ് എനിക്കൊരു അവസരമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ലാഭമുള്ള സർവീസിലേക്ക് മേഖലയിലേക്ക് സ്വകാര്യ മേഖലയുമായി മത്സരിക്കാൻ വേണ്ടി ബസ്സുകൾ വിട്ടുകൊടുത്തു. ഇവിടെ ദിവാരം പറഞ്ഞ റൂട്ടുകളടക്കം, കോട്ടയം കോഴഞ്ചേരി ചെയിൻ സർവീസ് അടക്കം, മറ്റേ പുനലൂരിലേക്കുള്ള ചെയിൻ സർവീസ് അടക്കം, പത്തനംതിട്ട കൊല്ലം ചെയിൻ സർവീസ് അടക്കം സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി. സ്വകാര്യ മേഖലയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഭരണം നടത്തിയിരുന്ന ആളുകളുടെ ബന്ധുക്കൾ ബസ് ഓടിക്കുന്ന ചില മേഖലകളിലേക്ക് KSRTC പോകുന്നുണ്ടായിരുന്നില്ല. അവിടെ പോയി ഞങ്ങൾ മത്സരിച്ചു, അവിടെ നല്ല ലാഭമുണ്ട്. അപ്പോൾ ലാഭകരമായ മേഖലയിൽ കൂടി KSRTC പോകുന്നൊരു സംവിധാനം കൊണ്ടുവന്നു. അവിടെയാണ് ഞാൻ മന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ 13% മാത്രമുണ്ടായിരുന്ന ബസ്സിൻ്റെ പങ്കാളിത്തം 27% വർദ്ധിപ്പിച്ചത്. ഒരു ദിവസം 11 ലക്ഷം കിലോമീറ്റർ ഓടിക്കൊണ്ടിരുന്നത് 18 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചത്. ശ്രീയക് സാറ് പറഞ്ഞതുപോലെ ഇന്ധനക്ഷമത 1 ലിറ്റർ ഡീസൽ അടിച്ചാൽ 3.8 കിലോമീറ്റർ മാത്രമാണ് അന്ന് ഓടിക്കൊണ്ടിരുന്നത്. നമ്മുടെ തൊഴിലാളികൾ ട്രെയിനിങ്ങിന് വിധേയരാകാൻ സന്നദ്ധത കാണിച്ചു. ട്രേഡ് യൂണിയൻ നേതാക്കൾ അതിൽ വലിയ പങ്ക് വഹിച്ചു. നമ്മുടെ ഡ്രൈവേഴ്സ് ട്രെയിനിങ് സെൻറ്ററിൽ പോയി അവർ ട്രെയിനിങ്ങിന് വിധേയരായതിനു ശേഷം
3.8 നിന്ന് 4.3 KMPL കിലോമീറ്റർ/ലിറ്റർ വർദ്ധിപ്പിച്ചു. ടയറിൻ്റെ ലൈഫ് 80,000 കിലോമീറ്റർ മാത്രമായിരുന്നു, അത് 1,40,000 കിലോമീറ്ററായിട്ട് വർദ്ധിപ്പിച്ചു. ഇതൊക്കെ തൊഴിലാളികൾ ഉണ്ടാക്കിയ നേട്ടാ. മന്ത്രി അവിടുന്ന് പ്രസ്താവന നടത്തിയാൽ മതി, MD അവിടുന്ന് തീരുമാനം എടുത്താൽ മതി. ഈ നേട്ടങ്ങൾ 3.8 കിലോമീറ്റർ 4.3 വർദ്ധിപ്പിച്ച ഇവിടുത്തെ തൊഴിലാളികളാണ്. 80,000 കിലോമീറ്റർ ഒരു ടയർ ഓടിക്കൊണ്ടിരുന്നത് 1,40,000 വർദ്ധിപ്പിച്ചത് കേരളത്തിലെ തൊഴിലാളികളാണ്. അപ്പോൾ തൊഴിലാളികൾ ഈ സ്ഥാപനത്തെ നശിപ്പിക്കാനിരിക്കുകയും ഇവിടെ കുറേ മന്ത്രിമാരും നേതാക്കന്മാരും ഇത് രക്ഷപ്പെടുത്താനിരിക്കുകയും എന്നുള്ള ധാരണ വേണ്ട. ഈ തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ പിന്തുണ ആർജിച്ചുകൊണ്ടല്ലാതെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അവർ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ പോകുന്നവരാണ് എന്ന ധാരണ പരത്തി ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് വലിയ കൊള്ള നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ ആ പ്രചരണത്തിലാണ് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. അതല്ല, ഈ തൊഴിലാളികളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അവർ ഈ ജനങ്ങളോടുള്ള പ്രതിബദ്ധത, ഏറ്റവും പ്രധാനപ്പെട്ടവരാരെന്ന് ചോദിച്ചാൽ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന 40 ലക്ഷം യാത്രക്കാർ തന്നെയാണ്. പക്ഷേ ആ 40 ലക്ഷം യാത്രക്കാർക്ക് സേവനമർപ്പിക്കുന്നതിലെ KSRTCയിലെ പ്രധാനപ്പെട്ട ഘടകം മന്ത്രിയോ മാനേജ്മെൻറ്റോ അല്ല, തൊഴിലാളികൾ തന്നെയാണ്. അവർ അർപ്പണബോധത്തോട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ നേട്ടങ്ങൾ കഴിഞ്ഞ നാൾ കൈവരിച്ചത്. പക്ഷേ ഒന്നുണ്ട്, ഗവൺമെൻറ് അതാത് സമയത്ത് ചില തീരുമാനങ്ങൾ ഏറ്റെടുത്ത് കൊടുക്കും. KSRTCക്ക് ബാധ്യത ഉണ്ടാകുന്ന തീരുമാനങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ബാധ്യത ഗവൺമെൻറ് നിർവഹിക്കാറില്ല. സൗജന്യങ്ങൾ ഗവൺമെൻറ് അല്ലേ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ഈ ഡീസൽ പ്രതിസന്ധി, ഈ സബ്സിഡി എടുത്തു കളഞ്ഞതിന് ശേഷം 60,000 പോലീസുകാർക്ക് സൗജന്യ പാസ് കൊടുത്തത്. ഈ 60,000 പോലീസുകാർ ബസ്സിൽ കയറിയാൽ ആര് പൈസ കൊടുക്കും? അപ്പോൾ ഗവൺമെൻറ് ഇത്തരം ബാധ്യതകൾ സാമ്പത്തികമായി ഉള്ളത് KSRTC അടിച്ചേൽപ്പിക്കുകയും അത്തരം ബാധ്യതകളൊന്നും നിർവഹിക്കാൻ ഗവൺമെൻറ് തയ്യാറായിരിക്കുകയും അത് മുഴുവൻ KSRTC നിർവഹിക്കുകയും ചെയ്യണം എന്ന് പറയുകയും സ്വകാര്യ മേഖലയ്ക്ക് അത്തരത്തിലുള്ള ഒരു ബാധ്യത നൽകി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, പൊതുമേഖലയും സ്വകാര്യ മേഖലയും തമ്മിൽ ഒരു ആരോഗ്യകരമായ മത്സരം ഉണ്ടാകണം. ആ മത്സരത്തിൽ സർക്കാർ പൊതുമേഖലയോടൊപ്പം ആയിരിക്കണം. ഇവിടെ കാണുന്നത് സർക്കാർ സ്വകാര്യ മേഖലയോടൊപ്പമാണ്. പൊതുമേഖലയെ നശിപ്പിക്കാനുള്ള നയം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുമ്പോൾ ആ നയം അതേപടി ഇവിടെയും നടന്നു പോക്കട്ടെ എന്ന് പറഞ്ഞ് നിസ്സംഗത പുലർത്തി. എന്താ ഈ കുറഞ്ഞ വിലയ്ക്ക് ഡീസൽ വാങ്ങിക്കാൻ എത്ര മടി? 13 രൂപ കുറച്ച് ഡീസൽ തരാമെന്ന് പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, എന്താ വാങ്ങിക്കാത്തേ? കേരളത്തിലെ പൊതുഗതാഗതത്തിൻ്റെ വെല്ലുവിളികളും സാധ്യതകളും അന്വേഷിക്കുന്ന ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ചർച്ചയുടെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം.